ഹായ് ചങ്ങളെ, ഞാൻ ഒരു നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ ഒന്ന് ചവിട്ടിയതാണ് കേട്ടോ. എനിക്ക് പുറകിൽ കണ്ടില്ല രണ്ട് മിടുക്കന്മാർ ഈ സമയത്ത് കിട്ടും. അപ്പോൾ സമയം ഏകദേശം 8 മണിയോട്ട് അടുക്കുകയാണ്. ഇതണ്ട രണ്ട് മിടുക്കന്മാർ ഇവിടെ നല്ല കച്ചവടത്തിലാണ്. മോനെ, നിങ്ങളെ ഈ സമയത്തുള്ള കച്ചവടം കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. നല്ല മത്തൻ്റെ എല്ലാം കണ്ടില്ലേ ഞങ്ങള്? മത്തൻ്റെ കണ്ടില്ലേ മോനെ? എന്താ മോനെ പേര്? അഹമ്മദ് സുൽത്താൻ. എത്ര സമയത്ത് തുടങ്ങിയതാണിത്? ഇതിപ്പോ 5:30 ആകുമ്പത്തിന് തുടങ്ങിയതാണ്. 2 മണിക്ക് ഇവിടുന്ന് വന്നാണ്. എവിടുന്ന്? എന്താ പാടത്തുനിന്ന് വന്നാണ്. പാടത്തുനിന്ന് വരുന്നതാണ് അല്ലേ? ഇത് നിങ്ങൾ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കണാണോ? ആണോ? ഇന്ന് എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്? ഇന്ന് ചരങ്ങന്റെയും മത്തന്റെയും. കളിക്കാനൊക്കെ പോലില്ലേ? സ്കൂളൊക്കെ പൂട്ടിയതല്ലേ? അപ്പൊ ഉപ്പാനൊക്കെ ഒന്ന് സഹായിക്കാനും കുടുംബക്കാരെ സഹായിക്കാനാണോ? ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്. എന്റെ പേര് മിസ്ബാഹ്, മുഹമ്മദ് മിസ്ബാഹ്. എത്രയുള്ള പഠിക്കണേ? 8ല്. ഇത് എന്നും ഇവിടെ ഉണ്ടാവലുണ്ട്? ഇത് എത്ര മണിക്ക് തുടങ്ങിയതാണ്? ഒരു 5 മണിക്ക് ഇങ്ങോട്ട് വരും. 2 മണിക്കാണ് ഞങ്ങള് മെയിൻ ആയിട്ട് തുടങ്ങുക. ഇത് പറിച്ചലും അരിയലൊക്കെ. എന്നിട്ട് 5 മണിക്ക് ഇങ്ങോട്ട് കൊടുക്കാണ്ട് മേശൊക്കെ സെറ്റാക്കിക്കാണ്ട് കച്ചവടം തുടങ്ങും. അങ്ങനെയാണ് പരിപാടി. പിന്നെ 8ല്. ഉപ്പാക്കൊക്കെ എന്താ പണി? ഉപ്പാക്ക് കൂലിപ്പണിയാണ്. ഇതൊരു ഇഷ്ടാണോ? എത്ര സമയം വരെ ഇവിടെ ഉണ്ടാവും? ഇത് കഴിയണവരെ ഉണ്ടാവും. കണ്ട, ഇത് കഴിയണ എപ്പോഴാണെങ്കിലും ഞങ്ങളിത് കഴിഞ്ഞ് തന്നെ പോവുള്ളൂ. അത് വേറെ കാര്യല്ലേ? വിറ്റഴിക്കല് കടന്നു വരും. ഈ പെഞ്ചമക്കൾ കണ്ടില്ലേ? ഇവരെയൊക്കെ ഒരു ശേഖരം എന്താ മോനെ അന്നെ ഞാണ്ടല്ലോ. ഈ നമ്മളെ ചങ്കണടാ, ഇതിന്റെ ചങ്കടിപ്പാ കേട്ടാ. അപ്പൊ നീ ഇതുപോലെ നല്ല രീതിയിൽ കച്ചവടം ചെയ്ത് ഉഷാറാക്കുക കേട്ടാ. എന്നും നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നുണ്ടോ. നല്ല ഫ്രഷ് ചീരയാണ് കേട്ടോ. കണ്ടാ, ഒരു രക്ഷയില്ല മോനെ. എത്ര കെട്ടുണ്ടായിരുന്നു? 40-60 ഒക്കെ കെട്ടുകൊണ്ടു. 60 കെട്ടൊക്കെ ഉണ്ടാവും ഒരു ദിവസം. ഇതിപ്പോ കഴിഞ്ഞതാണ്. അപ്പൊ രണ്ടാളും ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, എല്ലാവർക്കും മാതൃകയാണ് അല്ലേ മോനെ? അല്ലെ? അപ്പൊ അഡ്വാൻസ് ആയിട്ട് പെരുന്നാൾ ആശംസകള് കേട്ടാ. അപ്പൊ എന്നും നന്നായിട്ട് കച്ചവടം നടക്കട്ടെ. എല്ലാവരോടും എന്താ പറയാനുള്ളത്? ഒന്ന് ഉഷാറായിട്ട് വാങ്ങാൻ വരണം പറയണ്ടേ അല്ലേ? അപ്പൊ ഈ കുട്ടികൾക്ക് വേണ്ടിട്ട് ഞങ്ങളെ കണ്ടാ 2 മുത്തുമണികളാണ് കണ്ട ഇരിക്കുന്നില്ലേ. അവർക്ക് വേണ്ടിയിട്ട് കുറെ ചീരയും മത്തന്തലയും മറ്റുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാവുന്നതാണ് ഇവിടെ. അപ്പൊ സ്ഥലം എന്ന് പറയുന്നത് കോട്ടക്കല് പുത്തൂർ ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും ഇങ്ങോട്ട് പോരുക. ഈ കുട്ടികളെ കച്ചവടം എന്നൊക്കെ ജോറാക്കി കൊടുക്കാം. ചങ്ങളെ സ്വന്തം ഉപ്പയെയും ഉമ്മയെയും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെയൊക്കെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 പൈതങ്ങളെ ഞാനിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത് കണ്ടത്. നോമ്പൊക്കെ നോറ്റ് ഈ പറഞ്ഞ പോലെ 2 മണി മുതൽ ഇവരിത് കഴിയും വരെ, ഞാൻ കണ്ട സമയം 8 മണിയാണ്. അപ്പോൾ അത്രയും സമയം വരെ ഇവർ ഇത് കച്ചവടം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കെന്തോ അവരോട് ഭയങ്കര ഒരു സ്നേഹം തോന്നി. പ്രത്യേകിച്ച് ഇതാണ് ലോകം അറിയേണ്ടത്. പ്രത്യേകിച്ച് ഇത് ഷെയർ ചെയ്യണം. ഇവർക്ക് നല്ല രീതിയിൽ കച്ചവടമൊക്കെ കിട്ടട്ടെ. ഇതെല്ലാവരും മാതൃക ആക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനും തന്നെ ചീര വാങ്ങിയിട്ടോ. ചീര വാങ്ങിയത് എനിക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ചീര നല്ല ഫ്രഷ് ചീരയാണ്, ഇവരെന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതല്ലേ നമ്മൾ പരമാവധി ഷെയർ ചെയ്യേണ്ടത്. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്താൽ വലിയൊരു സഹായമാകും ആ കുട്ടിയാൾക്ക് കേട്ടോ. മറക്കരുതേ.